ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് പഠിച്ചാലോ? യോഹന്നാൻ്റെ സുവിശേഷം ഇതുവരെയുള്ള ഭാഗങ്ങൾ ലോഗോസ് ക്വിസ് 2026 വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇന്ന് നമ്മൾ 9-ാം അധ്യായമാണ് പഠിക്കുന്നത്. ബാക്കിയും സാഹചര്യം പോലെ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആവർത്തിച്ച് കേട്ട് പഠിച്ച് ലോഗോസ് ക്വിസിന് ഒരുങ്ങുമല്ലോ. ലോഗോസ് ക്വിസിന് 100-ൽ 100 മാർക്ക് മേടിക്കുക എന്നതിനേക്കാൾ കൂടുതലായി വചനത്തിൽ ആഴപ്പെടുക എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 9. അന്ധനെ സുഖപ്പെടുത്തുന്നു. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവൻ്റെ പ്രവർത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി. തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി. സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെ എന്ന് അവർ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു. മുമ്പ് അന്ധനായിരുന്ന അവനെ അവർ ഫരിസേയരുടെ അടുത്ത് കൊണ്ടുചെന്നു. യേശു ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ തുറന്നത് ഒരു സാബത്ത് ദിവസമാണ്. വീണ്ടും ഫരിസേയർ അവനോട്, എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി, ഞാൻ കാണുകയും ചെയ്യുന്നു. ഫരിസേയരിൽ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, അവനൊരു പ്രവാചകനാണ്. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല. അവർ ചോദിച്ചു, അന്ധനായി ജനിച്ചു എന്നു നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത്? അവൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചു എന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുവിൻ. അവന് പ്രായമായല്ലോ, തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും. അവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ, അവനോട് തന്നെ ചോദിക്കുവിൻ എന്ന് പറഞ്ഞത്. അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അവൻ പറഞ്ഞു, അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ
ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. അവർ ചോദിച്ചു, അവൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു? എങ്ങനെയാണ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നത്? അവൻ മറുപടി പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ, അപ്പോൾ നിങ്ങൾ കേട്ടില്ല. എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളും അവൻ്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ? അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ മറുപടി പറഞ്ഞു, ഇത് വിചിത്രമായിരിക്കുന്നു. അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല, എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം, എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. അന്ധനായി പിറന്ന ഒരു മനുഷ്യൻ്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? അവർ അവനെ പുറത്താക്കി. ആത്മീയ അന്ധത. അവർ അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു. നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ ഇത് കേട്ട് അവനോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങളും അന്ധരാണോ? യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. ദൈവത്തിന് സ്തുതി. നമുക്ക് ഇനി 9-ാം അധ്യായം ആദ്യം മുതലുള്ള ഭാഗങ്ങൾ വായിക്കാം. 9-ാം അധ്യായത്തിൽ ആകെ 41 തിരുവചനങ്ങളാണ് ഉള്ളത്. 41-ാം തിരുവചനം, യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. അതാണ് 41 വാക്യങ്ങളാണ് 9-ാമത്തെ അധ്യായത്തിൽ ഉള്ളതെന്ന് നമുക്ക് കാണാം. 9-ാമത്തെ അധ്യായത്തിൽ 2 തലക്കെട്ടുകളേ ഉള്ളൂ, 2 ശീർഷകങ്ങളേ ഉള്ളൂ. 1 അന്ധനെ സുഖപ്പെടുത്തുന്നു, 2 ആത്മീയാന്ധത. 2 ശീർഷകങ്ങളേ ഉള്ളൂ, 41 തിരുവചനങ്ങളും ഉള്ളൂ. ഇനി നമുക്ക് 9-ാം അധ്യായം 1-ാം വാക്യം എന്താണെന്ന് നോക്കാം. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. 2-ാം തിരുവചനം, ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? അപ്പോൾ 2-ാം തിരുവചനത്തെക്കുറിച്ച് ലൂക്ക 9:2 യോഹന്നാൻ 9-ാം അധ്യായം 2-ാം വാക്യത്തെക്കുറിച്ച് താഴെ പരാമർശിച്ചിരിക്കുന്നത് എന്നാന്ന് നോക്കാം. ലൂക്ക 13-ാം അധ്യായം 2-ാം വാക്യത്തിലും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 28:4-ലും എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 18:20-ലും പുറപ്പാട് 20:5-ലും പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി 3-ാം തിരുവചനം എന്താണെന്ന് നോക്കാം. യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. അപ്പോൾ നമ്മുടെ ചില സങ്കടങ്ങൾ നമുക്ക് തോന്നും. നമ്മുടെ പാപം മൂലമാണോ, ശാപം മൂലമാണോ, മാതാപിതാക്കന്മാരുടെ പാപം മൂലമാണോ നമുക്ക് ഇത് സംഭവിച്ചതെന്ന് നമുക്ക് സംശയം തോന്നാം. ആ സമയത്ത് അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളുടെ സഹനങ്ങളിൽ പ്രകടമാകേണ്ടതിനാണ് നമുക്ക് ഇത് സഹനങ്ങൾ വന്നതെന്ന് നമ്മൾ വിശ്വസിക്കുകയും ഈ വചനം ആവർത്തിച്ച് പറയുകയും
പറയുകയും ചെയ്യുമ്പോൾ ആ സഹനം നമ്മെ വിട്ടുപോവുകയും കർത്താവിന് മഹത്വപ്പെടുത്താനായിട്ട് സാക്ഷിയായി തീരാൻ അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇനി 4-ാം തിരുവചനം എന്നാന്ന് നോക്കാം. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുമോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. 5-ാം തിരുവചനം. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇനി 6-ാം തിരുവചനം. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് 7-ാം വാക്യം. അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ അയക്കപ്പെട്ടവൻ എന്നർത്ഥം കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. ഇനി 6-ാം തിരുവചനത്തെക്കുറിച്ച് മർക്കോസിൻ്റെ 9:6 കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 33-ാം വാക്യത്തിലും 8-ാം അധ്യായം 23-ാം വാക്യത്തിലും പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9:6 ഇപ്പോൾ നമ്മളിപ്പോൾ വായിച്ച വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 7:33-ലും 8:23-ലും പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9:7 9-ാം അധ്യായം 7-ാം വാക്യം. അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ അയക്കപ്പെട്ടവൻ എന്നർത്ഥം കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. ഈ 7-ാം തിരുവചനത്തെക്കുറിച്ചും 9:7 താഴെ പരാമർശിച്ചിട്ടുണ്ട്. ലൂക്ക 13:4-ലും 9-ാം അധ്യായം 7-ാം വാക്യത്തെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ വിശുദ്ധ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തുടർന്ന് വായിക്കാം. ഇനി 8-ാം വാക്യം. അയൽക്കാരനും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ. 9-ാം വാക്യം. ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. 10-ാം തിരുവചനം. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? 11-ാം വാക്യം. അവൻ പറഞ്ഞു, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഓരോരുത്തരിലും വ്യത്യസ്തമായ രീതികളിലാണ്. അപ്പോൾ നമുക്കും തീർത്തും വ്യത്യസ്തമായ രീതിയിലായിരിക്കും സൗഖ്യം ലഭിക്കുന്നത്. അപ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കാനും ഈശോയോട് ചേർന്ന് നിൽക്കാനും അവിടുത്തെ സൗഖ്യം ലഭിക്കാനും ആശ്വാസം ലഭിക്കുവാനും നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി 12-ാം തിരുവചനം എന്താണെന്ന് പറയാം. എന്നിട്ട് അവൻ എവിടെ എന്ന് അവർ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു. 13-ാം വാക്യം. മുമ്പ് അന്ധനായിരുന്ന അവനെ അവർ ഫരിസേയരുടെ അടുത്ത് കൊണ്ടുചെന്നു. 14-ാം വാക്യം. യേശു ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ തുറന്നത് ഒരു സാബത്ത് ദിവസമാണ്. 15-ാം തിരുവചനം. വീണ്ടും ഫരിസേയർ അവനോട് ചോദിച്ചു, എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു. വീണ്ടും ഫരിസേയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി, ഞാൻ കാണുകയും ചെയ്യുന്നു. 16-ാം തിരുവചനം. ഫരിസേയരിൽ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യനെ എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. 9:16 കുറിച്ച് 9-ാം അധ്യായം 16-ാം വാക്യത്തെക്കുറിച്ച് താഴെ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 2-ാം വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിലും 7-ാം അധ്യായം 43-ാം തിരുവചനത്തിലും യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും പരാമർശിച്ചിട്ടുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 9:7 കുറിച്ച് 9-ാം അധ്യായം 7-ാം വാക്യത്തിലും 43-ാം അധ്യായം 10-ാം വാക്യത്തിലും 19-ാം വാക്യത്തിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 9, പിന്നെ കോമയിട്ടിട്ട് 7-ാം അധ്യായം 43, 10-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലെ 19-ാം വാക്യത്തിലും പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഇനി 17-ാം തിരുവചനം എന്താണെന്ന് നോക്കാം. അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, അവൻ ഒരു പ്രവാചകനാണെന്ന്. സൗഖ്യം കിട്ടിയ ആള് അവനൊരു പ്രവാചകനാണെന്ന് തീർച്ചയായും വിശ്വസിച്ചു. 18-ാം അധ്യായം, അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല. 19-ാം വാക്യം, അവർ ചോദിച്ചു, അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത്? 20-ാം വാക്യം, അവൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചു എന്നും ഞങ്ങൾക്കറിയാം. 21-ാം വാക്യം, എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുവേൻ, അവന് പ്രായമായല്ലോ, തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും. 22-ാം വാക്യം, അവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. ഇനി 9-ാം അധ്യായം 22-ാം വാക്യത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 7:13 12-ാം അധ്യായം 42-ാം വാക്യത്തിലും ലൂക്കായുടെ സുവിശേഷം 6:22 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് താഴെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി 23-ാം തിരുവചനം, അതുകൊണ്ടാണ് അവൻ്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ, അവനോട് തന്നെ ചോദിക്കുവിനെന്ന് പറഞ്ഞത്. 24-ാം വാക്യം, അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. 25-ാം തിരുവചനം, അവൻ പറഞ്ഞു, അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. അവർ ചോദിച്ചു, അവൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു? എങ്ങനെയാണ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നത്? 27-ാം വാക്യം, അവൻ മറുപടി പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ കേട്ടില്ല. എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളും അവൻ്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ? സൗഖ്യം ലഭിച്ച ആ വ്യക്തിയുടെ മനസ്സിൻ്റെ നിഷ്കളങ്കത കൊണ്ട് ചോദിക്കുവാണ്, ഇവനും യേശുവിൻ്റെ ശിഷ്യരാവാൻ ആഗ്രഹിക്കുന്നുവോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കാമെന്നൊക്കെ ഓർത്തിട്ടായിരിക്കും ചോദിച്ചത്. 28-ാം വാക്യം, അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. 29-ാം വാക്യം, ദൈവം മോശയോട് സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. 30-ാം വാക്യം, അവൻ മറുപടി പറഞ്ഞു, ഇത് വിചിത്രമായിരിക്കുന്നു, അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല, എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു. അപ്പോൾ സൗഖ്യം കിട്ടിയത് വീണ്ടും സൗഖ്യം ലഭിച്ച വ്യക്തി ആവർത്തിച്ച് പറയുകയാണ്, അവൻ എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല, എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു. 31-ാം വാക്യം, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം, എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥനാ ദ്രവ്യം ദൈവം ശ്രവിക്കുന്നു. അപ്പോൾ കാഴ്ച ലഭിച്ച വ്യക്തി പറയുകയാണ്, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം, എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. അന്ധനായിരുന്നെങ്കിലും ആ മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കർത്താവിൽ ആശ്രയിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു എന്ന വചനം നമുക്ക് ആവർത്തിച്ച് പറഞ്ഞ് നമുക്ക് അവിടുത്തെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാം. 31-ാം തിരുവചനമാണ്, ഒന്നുകൂടെ കേൾക്കാം. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം, എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. 32-ാം വാക്യം, അന്ധനായി പിറന്ന ഒരു മനുഷ്യൻ്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? അവർ അവനെ പുറത്താക്കി. അപ്പോൾ തികച്ചും പാപികളാണ്,
ജന്മനാ വൈകല്യമുള്ളവരെല്ലാം പാപികളാണ്, അവരുടെ മാതാപിതാക്കളൊക്കെ പാപികളാണെന്നാണ് അന്ന് വരെയുള്ള വിശ്വാസം. എന്നാൽ ഈ കാഴ്ച ലഭിച്ച മനുഷ്യന് ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. എന്താണ്? ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുമെന്നുള്ള ആ ഉൾക്കാഴ്ച നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ടാകുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആത്മീയാന്തത 35 വാക്യം. അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു. അപ്പം 35 വാക്യത്തെക്കുറിച്ച് ദൈവപുത്രൻ എന്ന് ചില പ്രതികളിൽ കാണുന്നു. അതായത് മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ എന്നത് ചിലരിൽ ദൈവപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 36 വാക്യം. അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? 37 തിരുവചനം. യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. 38 വാക്യം. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. അതായത് കർത്താവേ, ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുന്നുവെന്ന് കാഴ്ച ലഭിച്ച മനുഷ്യനോടൊപ്പം നമുക്കും യേശുവിനോട് ആവർത്തിച്ചു പറയാം. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. ഈ 38 തിരുവചനത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 28:9 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി 39 തിരുവചനം എന്താണെന്ന് നോക്കാം. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ആത്മീയമായ കണ്ണുകൾ അവരന്ധരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് യേശുവിനെ മനസ്സിലാക്കാനോ അവിടുത്തെ മഹത്വപ്പെടുത്താനോ സാധിക്കാതെ പോയത്. ഇനി 39 തിരുവചനത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായം 27 3 അധ്യായം 19 മത്തായിയുടെ സുവിശേഷം 15:4 10:2 15:14 രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇവരെ പരാമർശിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9:39 വാക്യത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 5:27 3:19 മത്തായിയുടെ സുവിശേഷം 15:14 രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മൾ വായിച്ചേക്കുന്നത്. ഇനിയാണ് 40 തിരുവചനം എന്താണെന്ന് നോക്കാം. അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ ഇത് കേട്ട് അവനോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങളും അന്ധരാണോ? 41 യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. 41 വാക്യത്തോടുകൂടി അധ്യായം തീർന്നു. ദൈവത്തിന് സ്തുതി. ഈ തിരുവചന ഭാഗങ്ങൾ ആവർത്തിച്ച് വായിച്ച് കേട്ട് ലോഗോസ് ക്വിസിന് പഠിക്കുക. അപ്പം അതിനേക്കാൾ ഉപരി വചനം മാംസമായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ, കേൾക്കുന്നവരുടെയും വായിക്കുന്നവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.